ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹാവ് എ നൈസ് ഡേ. എല്ലാവരും സേഫായിട്ടും സെറ്റായിട്ടും ഹാപ്പി ആയിട്ടും ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുകയാണ്. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന നമ്മുടെ റീഡിംഗ് എന്ന് പറയുന്നത് തൊട്ടൊക്കെയാണെന്നറിയോ, നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളുടെ ഏഞ്ചൽസിന് നിങ്ങളോട് പറയാനുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെസ്സേജസ്, അർജൻറ്റായിട്ടുള്ള മെസ്സേജസ്. എപ്പോഴും വ്യക്തിയുടെ കാര്യങ്ങൾ ചെയ്തതുകൊണ്ട് എനിക്ക് തൊട്ട് മുന്നത്തെ റീഡിങ്ങും ഞാൻ ചെയ്തത് വ്യക്തിയുടെയാണ്, മുന്നത്തെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ വ്യക്തിയുടെ കയറി വരുന്ന വായിൽ ഒരുപാട് തവണ നിങ്ങളുടെ വ്യക്തി എന്നൊരു റീഡിങ്ങിൽ പറയുമല്ലോ. ഓക്കെ, ജനറൽ റീഡിംഗ് ആണ്, ജനറൽലെസ് ആണ്, ടൈംലെസ് ആണ്. എപ്പോഴാണോ നിങ്ങളിത് കാണുന്നത് അപ്പോഴാണ് നിങ്ങൾക്കിത് വാലിഡായിട്ട് കാണാനായിട്ടൊരു സമയമായിട്ടുണ്ടാവുക. ആൻഡ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റെസനേഷൻ സംഭവിക്കണം എന്നില്ല. അപ്പോൾ റെസനേറ്റ് ആവുന്നവർ മാത്രം എടുത്തിട്ട് അല്ലാത്തവർ വിട്ടേക്കുക. ഓക്കെ, റെസനേഷൻ്റെ ഒരു ബൈറ്റ് ഞാൻ വെക്കുന്നത് അത് ഓരോ വീഡിയോയ്ക്കും ഓരോ സമയമായിരിക്കും. മിനിമം ഒരു 6 മിനിറ്റെങ്കിലും നമ്മൾ വെക്കും. അത് നിങ്ങൾ ആ സമയത്ത് ഡീപ്പായിട്ട് ബ്രീത്ത് ഇൻ ചെയ്യുക, ബ്രീത്ത് ഔട്ട് ചെയ്യുക, ഹെഡ്സെറ്റ് വെച്ച് കാം ആൻഡ് ക്വൈറ്റ് ആയിട്ടുള്ളൊരു സ്ഥലത്ത് വന്നിരുന്ന് അത് കേൾക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം.
Universe, angels, what is the major blessings coming towards you? What do you need to hear right now? What do you need to hear right now? What do you need to ഷഫ്ലിംഗ് ശ്രദ്ധിക്കുക. സൗണ്ട് കേട്ടാലും മതി. ഞാനിങ്ങനെ പിടിക്കുന്നതുകൊണ്ട് ചിലപ്പോൾ ക്ലിയർ ആയിട്ട് ഷഫ്ലിംഗ് കാണണമെന്നില്ല. നിങ്ങൾ സൗണ്ട് ശ്രദ്ധിക്കുക. ബ്രീത്ത് ഇൻ ചെയ്യുക, ബ്രീത്ത് ഔട്ട് ചെയ്യുക. വാവ് വാവ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഞാനൊരു ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു കാർഡാണ് കിട്ടി. മേജർ ബ്ലെസ്സിങ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് തന്നെ എനിക്ക് കിട്ടിയിരിക്കുന്നത് മജീഷ്യൻ കാർഡാണ്. നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ, നിങ്ങൾ ആഗ്രഹിച്ച എന്തോ ഒരു കാര്യം ഒരുപാട് നാളായി ചിലപ്പോൾ ജേർണലിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമായിരിക്കാം. ലോ ഓഫ് അട്രാക്ഷൻ വെച്ച് നിങ്ങൾ അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമായിരിക്കാം. മാനിഫെസ്റ്റേഷൻ വെച്ചിട്ട് വർക്ക് ചെയ്യാൻ ശ്രമിച്ച ഒരു കാര്യമായിരിക്കാം. ദാറ്റ് വാസ് സംഭവിക്കാൻ പോവാണ്. അത് റിയൽ ആവാൻ പോവാണ്. അത് നിങ്ങളുടെ ലൈഫിൽ വളരെയധികം മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ പോവുകയാണ്. കുറേ കാര്യങ്ങളിൽ നിങ്ങൾക്ക് തടസ്സം നേരിട്ടിട്ടുണ്ട്. കുറേ കാലങ്ങളായിട്ട് നിങ്ങൾ ഈ ഒരു ആഗ്രഹം സാധിക്കാൻ വേണ്ടിയിട്ട് കുറേ നാളുകളായിട്ട് നിങ്ങൾ എന്താണ് എനിക്ക് മാത്രം ഇത് സംഭവിക്കാത്തത്, എന്താണ് എനിക്ക് മാത്രം ഇത് നടക്കാത്തത്, ഞാൻ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്, പക്ഷെ എനിക്ക് മാത്രം ഇത് നടക്കുന്നില്ല, ബാക്കി എല്ലാവർക്കും ഇത് സംഭവിക്കുന്നുണ്ട്, എൻ്റെ ലൈഫിൽ മാത്രം എന്താണ് ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ സംഭവിക്കുന്നത് എന്നൊക്കെ ആലോചിച്ചിട്ട് നിങ്ങൾ ഭയങ്കരമായിട്ട് സങ്കടപ്പെടുന്നു. കണ്ടോ, ഡെത്ത് കാർഡ് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് മാറ്റം അനിവാര്യമാണ്. നിങ്ങൾക്ക് ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കാൻ പോവാണ്. എ ബിഗ് ട്രാൻസ്ഫോർമേഷൻ. ചെറിയ ട്രാൻസ്ഫോർമേഷൻ ഒന്നും അല്ല. നാക്കൊടക്കി ചെറിയ ട്രാൻസ്ഫോർമേഷൻ ഒന്നും അല്ല സംഭവിക്കാൻ പോകുന്നത്. കാരണം മാനിഫെസ്റ്റേഷൻ്റെ കാർഡും ഡെത്ത് കാർഡും വന്ന നിലയ്ക്ക് നിങ്ങളുടെ വിഷ്വലൈസേഷൻ, ഞാൻ പറയുന്നത് കേട്ടിട്ടായിരിക്കാം നിങ്ങൾ വിഷ്വലൈസ് ചെയ്ത് തുടങ്ങിയത്. നിങ്ങളുടെ ആ വിഷ്വലൈസേഷൻ പ്രാക്ടിക്കലി സംഭവിക്കാൻ പോവുകയാണ്. ദാറ്റ്സ് റിയൽ ആകാൻ പോവുകയാണ്. നിങ്ങളുടെ സ്നേഹം ഇൻഫിനിറ്റ് ആകാൻ പോകുന്നു. നിങ്ങൾ ആഗ്രഹിച്ച വ്യക്തി, അതായിരിക്കും ഓൾമോസ്റ്റ് ആളുകൾക്ക് ഫീൽ ചെയ്യുന്നത്. നിങ്ങളുടെ പ്രണയം സത്യമാകാൻ പോകുന്നു. നിങ്ങൾ ആഗ്രഹിച്ച വ്യക്തിയുമായിട്ടുള്ള റിലേഷൻഷിപ്പിനൊരു ഉറപ്പ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു. നിങ്ങൾ ഒരു ട്രാൻസ്ഫോർമേഷൻ സ്റ്റേജ്, മഴവില്ല് കാണുന്ന സ്റ്റേജ്, ഇതിലൂടെയൊക്കെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയായിരിക്കാം. നിങ്ങൾക്കത് ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ആൻഡ് ഫിനാൻഷ്യൽ ഗ്രോത്ത് നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ അധ്വാനിച്ചിട്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് ഫിനാൻസ് കടന്നു വരുന്നുണ്ട്. പക്ഷെ ചില കാര്യങ്ങളിൽ നിങ്ങളൊരു ഫോളിഷ്നെസ് കാണിക്കുന്നുണ്ട്. ചില കാര്യങ്ങളിൽ പൊട്ടത്തരം കാണിക്കുന്നതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. സോ അങ്ങനെ പൊട്ടനാവാതിരിക്കാൻ ശ്രദ്ധിക്കണം. പൊട്ടത്തരം കാണിക്കാതിരിക്കാനും ശ്രദ്ധിക്കണം എന്നാണ് പറയുന്നത്. കാരണം നിങ്ങൾക്ക് ചില സിറ്റുവേഷനിൽ ഒരു ഫൂളിഷ്നെസ് ആയിട്ടുള്ള എനർജി കാണുന്നുണ്ട്. കാരണം നിങ്ങൾ അത് ചിന്തിക്കാതെ ചെയ്യുന്ന ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരു അബദ്ധമായിട്ട് മാറുന്ന ഒരു സിറ്റുവേഷൻ. നിങ്ങളുടെ വായിൽ നിന്ന് അറിയാതെ വീഴുന്ന വാക്ക് കണക്റ്റീവ് ആവുന്നുണ്ട്. മുന്നത്തെ റീഡിങ് ശ്രദ്ധിക്കണം. അൺലൈക്ലി നിങ്ങൾക്ക് പോലും ഇഷ്ടമില്ലാതെ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം സംസാരിച്ചതിൻ്റെ പേരിൽ, എന്തെങ്കിലും ഒരു കാര്യം അറിയാത്ത വായിൽ നിന്ന് വീണതിൻ്റെ പേരിൽ ചിലപ്പോൾ കുറേ അനുഭവിക്കേണ്ടി വരുന്ന ഒരവസ്ഥ കാണുന്നുണ്ട്. ബിഗ് ഹാപ്പി ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ചതിന് ശേഷം നിങ്ങൾക്ക് വരാൻ പോകുന്നത് വലിയ സന്തോഷത്തിൻ്റെ, വലിയ മേജറായിട്ടുള്ള ബ്ലെസ്സിങ്സ് ആണ്, മേജറായിട്ടുള്ള ഹാപ്പിനെസ് ആണ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്നത്. നിങ്ങൾ ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള ഒരു ലൈഫിലേക്ക് കാലെടുത്ത് വെക്കാൻ പോവുകയാണ് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഓക്കെ, അപ്പം മഴവില്ല് കാണുന്നവർ, 111 കാണുന്നവർ, ഇതൊക്കെ ഭയങ്കരമായിട്ട് 555 കാണുന്നവർ, നമ്മുടെ സ്പിരിച്വൽ ജേണി വിത്ത് 555, നമ്മുടെ ഫസ്റ്റ് ചാനലിൻ്റെ 555, ആ 555 കാണുന്നവർ, ഇതൊക്കെ നിങ്ങൾക്കൊരു മേജറായിട്ടുള്ള ചേഞ്ചസ് ആണ്. ആൻഡ് ഇഫ് യു ബിലീവ്, നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. ഇപ്പം ഈ മാനിഫെസ്റ്റേഷൻ കാര്യങ്ങളൊക്കെ ഇഫ് യു ബിലീവ്, മനസ്സിലായോ? ഇഫ് യു ബിലീവ് യു ക്യാൻ ഡു ഇറ്റ്. നിങ്ങളത് വിശ്വസിക്കുന്നുണ്ടോ, നിങ്ങൾക്കത് സംഭവിക്കും. മനസ്സിലായോ? ഇതൊന്നും സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല. പക്ഷേ ഇഫ് യു ബിലീവ്, നിങ്ങളത് വിശ്വസിക്കുന്നുണ്ടോ, നിങ്ങൾക്കത് സംഭവിക്കും. നമ്മുടെ ഉള്ളിലുള്ള അൺകോൺഷ്യസ് മൈൻഡ് വഴിയുള്ള ടെക്നിക്കാണ് ഈ ലോ ഓഫ് അട്രാക്ഷൻ,
മാനിഫെസ്റ്റേഷൻ, വിഷ്വലൈസേഷൻ, ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ നമ്മുടെ ബ്രെയിനെ വെച്ചിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, അല്ലാണ്ട് മാജിക്കൊന്നുമല്ല ഇത്. അല്ലാതെ ജ്യോതിഷം, ജ്യോത്സ്യം, സയൻസ് അതൊന്നുമല്ല ഇത്. സയൻസ് ഒരു കണക്ക് പെടും. ഇത് സയൻറ്റിഫിക് ആയിട്ടും വരും. കാരണം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഒരു കാര്യം ആഗ്രഹിച്ചാൽ അത് നമ്മൾ നേടിയെടുക്കും. അത് സയൻറ്റിഫിക് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇത് തമാശ കളിയൊന്നുമല്ല. ഇഫ് യു ബിലീവ് യു ക്യാൻ ഡു ഇറ്റ്. അത് എന്ത് തന്നെ ആയാലും, മാനിഫെസ്റ്റേഷൻ ആയാലും ഏത് കാര്യങ്ങളായാലും, ഇഫ് യു ബിലീവ്, നിങ്ങൾ വിശ്വസിക്കാൻ തയ്യാറാണോ, നിങ്ങൾക്കത് ചെയ്യാൻ സാധിക്കും. യു ക്യാൻ ഡു ഇറ്റ്. ഇഫ് യു ബിലീവ് യു ക്യാൻ ഡു ഇറ്റ്. അപ്പോൾ നിങ്ങൾ ഈ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നതിൻ്റെ ഇടയിലും നിങ്ങളത് എനിക്കത് നടക്കുമോ, അത് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ നിങ്ങൾ ചിന്തിച്ചാൽ നിങ്ങളുടെ ബിലീവ് അവിടെ കുറയുകയാണ്, നിങ്ങളുടെ ബിലീഫ് അവിടെ നഷ്ടപ്പെടുകയാണ്. സോ നിങ്ങൾക്ക് അവിടെ അത് ചെയ്യാനായിട്ട് പറ്റാതെ നിങ്ങളുടെ ആഗ്രഹം ഒരു മൈലും കൂടെ ദൂരെ അങ്ങോട്ട് യൂണിവേഴ്സ് നീക്കി വയ്ക്കും. നിങ്ങൾക്ക് സംശയമാണോ എന്നാൽ നിങ്ങൾക്കത് കുറച്ചും കൂടെ ഞാൻ തിരുത്തി തരാമെന്നും പറഞ്ഞ് കുറച്ചും കൂടെ അവരത് നീക്കി വയ്ക്കും. മനസ്സിലായോ? ഇപ്പോൾ യെസ് കാർഡാണ് കിട്ടിയിരിക്കുന്നത്. എന്തെങ്കിലും ഒരു കാര്യം യൂണിവേഴ്സിൻ്റെ അടുത്ത് നിങ്ങൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു യെസ് എന്നുള്ളൊരു ഉത്തരമാണ് വരുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് നമുക്ക് ഈ കാർഡിൽ കാണാൻ പറ്റുന്നത് മാജിക്കലായിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് വിത്തിൻ ഫ്യൂ മന്ത്സിനുള്ളിൽ ഒരു കാര്യം അട്രാക്റ്റ് ചെയ്ത് വരാൻ പോകുന്നു. ആ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏറ്റവും കൂടുതൽ അറിയുന്ന വ്യക്തി എന്ന് പറയുന്നത് നിങ്ങൾ തന്നെയാണ്. കാരണം നിങ്ങളത് മാനിഫെസ്റ്റ് ചെയ്ത കാര്യമാണ്, നിങ്ങളത് ലോ ഓഫ് അട്രാക്ഷൻ ചെയ്ത് എടുക്കാൻ നോക്കിയ കാര്യമാണ്, നിങ്ങൾ വിഷ്വലൈസ് ചെയ്ത, മനസ്സിൽ ഇമാജിൻ ചെയ്തൊരു കാര്യമാണ്, നിങ്ങളത് മാനിഫെസ്റ്റ് ചെയ്തൊരു കാര്യമാണ്. നിങ്ങളുടെ മാഗ്നറ്റിക് പവർ കൊണ്ട് നിങ്ങളത് അട്രാക്റ്റ് ചെയ്തെടുക്കുന്ന, ചിലർക്ക് അവരുടെ പ്രമോഷൻ ആയിരിക്കാം, ചിലർക്ക് അവരുടെ ജോലി ആയിരിക്കാം, കരിയർ ആയിരിക്കാം, ഫിനാൻസ് ആയിരിക്കാം, അവരുടെ റിലേഷൻഷിപ്പ്, റിലേറ്റീവ്സിൻ്റെ സ്നേഹം, ലവറിൻ്റെ സ്നേഹം, അങ്ങനെ പല കാര്യങ്ങളായിരിക്കാം അട്രാക്റ്റ് ചെയ്യാൻ നോക്കിയത്. ഓൾമോസ്റ്റ് എല്ലാവർക്കും റിലേഷൻഷിപ്പാണ് കാണുന്നത്. നമ്മുടെ ചാനൽ റിലേഷൻഷിപ്പ് റിലേറ്റഡ് ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓൾമോസ്റ്റ് എല്ലാവരും കാണുന്നവരിൽ റിലേഷൻഷിപ്പിൻ്റെ ആണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. സോ നിങ്ങളുടെ റിലേഷൻഷിപ്പ് നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ സക്സസ് ആവാൻ പോകുന്ന ഒരു മൊമെൻ്റാണ് വിത്തിൻ ഫ്യൂ മന്ത്സിനുള്ളിൽ സംഭവിക്കാൻ പോകും. ചിലർക്കതൊരു 2-3 വീക്കിനുള്ളിൽ, ഒരു മന്തിൻ്റെ ഉള്ളിൽ സംഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. 1 മന്തിൻ്റെ ഉള്ളിൽ അത് സംഭവവേദ്യമാകുന്നു. നിങ്ങളുടെ ആ ഫൂളിഷ് എനർജിയൊക്കെ മാറി നിങ്ങൾ ആഗ്രഹിച്ച ട്രാൻസ്ഫോർമേഷൻ, നിങ്ങൾ ആ ജേണിയിലൂടെ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കും. നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ടാവും ആ ഒരു ട്രാൻസ്ഫോർമേഷൻ്റെ ജേണിയിൽ വൈറ്റ്, യെല്ലോ ബട്ടർഫ്ലൈസിനെ കാണുന്നുണ്ടാവാം, റെയിൻബോ കാണുന്നുണ്ടാവാം. ആൻഡ് സണ്ണിനെ കാണുമ്പോൾ ഒരു പ്രത്യേക എനർജി ഫീൽ ചെയ്യുന്നത്, സണ്ണിനെ വൈറ്റമിൻ ഡി കിട്ടുമ്പോൾ എനർജി വരുന്നതല്ല, സണ്ണിനെ കാണുമ്പോൾ ഒരു എനർജി നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. സണ്ണിൻ്റെ ആ ഒരു എഫക്റ്റ് നിങ്ങൾക്ക് ഭയങ്കര, സൂര്യപ്രകാശം നിങ്ങൾക്ക് ഭയങ്കര എനർജി ആയിട്ട് കാണുന്നുണ്ട്. നേരെ മറിച്ച് സൂര്യപ്രകാശം അല്ലെങ്കിൽ ബ്രൈറ്റ്നെസ്, ചിലർക്കൊക്കെ ബ്രൈറ്റ്നെസ് ഫോണിലിട്ടാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. എനിക്കൊക്കെ അങ്ങനെ ഉണ്ട്. ബ്രൈറ്റ്നെസ് ഫുള്ളായി എനിക്ക് കാണുന്ന ചിലരുടെ കണ്ണിൻ്റെ ആയിരിക്കാം. അങ്ങനെയുള്ളവർക്ക് സൂര്യപ്രകാശം അത്ര എനർജി ഉള്ളവരായിരിക്കില്ല. സൂര്യനെ കാണുമ്പോൾ അല്ലെങ്കിൽ വെളിച്ചം, ഇരുട്ട് ഇഷ്ടപ്പെടുന്നവരായിരിക്കും. ഇരുട്ടല്ലെങ്കിൽ മിഡിൽ ഒരു വാം ലൈറ്റൊക്കെ ഇഷ്ടപ്പെടുന്നവരായിരിക്കാം. അല്ലാതെ വലിയ വലിയ സൂര്യപ്രകാശം പോലെയുള്ള ബ്രൈറ്റ് ആയിട്ടുള്ള ലൈറ്റുകളൊന്നും ഇഷ്ടപ്പെടുന്നവരായിരിക്കില്ല. ലൈറ്റ് വരുന്ന സാഹചര്യത്തിൽ നിന്നൊക്കെ അവർ ഒഴിഞ്ഞു മാറുന്നതായിട്ട് കാണാം. അങ്ങനെയുള്ളവർക്കൊന്നും സൂര്യപ്രകാശ എനർജി ആയിരിക്കില്ല. അപ്പോൾ നിങ്ങളുടെ കേസിൽ സൂര്യപ്രകാശ എനർജി ആണോ എന്ന് നിങ്ങൾ നോക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ റീഡിങ്. നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്ന മേജർ ബ്ലെസ്സിങ് എന്ന് പറയുന്നത്, നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്താൽ, നിങ്ങൾ വിഷ്വലൈസ് ചെയ്ത നിങ്ങളുടെ ആ കാര്യം, നിങ്ങളുടെ ആ ഒരു വിഷ് ഫുൾഫിൽ ചെയ്യാൻ പോവുകയാണ്. വിഷ് ഫുൾഫിൽമെൻ്റ് ആണ് സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിലുള്ള പോസിറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും എൻ്റെ ലൈഫിലേക്ക് ഞാൻ അട്രാക്റ്റ് ചെയ്യുന്നു എന്ന് അഫേം ചെയ്യുക. ആ എനർജി എത്രത്തോളം നിങ്ങൾ അഫേം ചെയ്യുന്നുണ്ട് അതിനനുസരിച്ച് നിങ്ങളത് കമൻറ്റ് ചെയ്യുക. ആൻഡ് നമ്മുടെ 3 ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അത് പോയി സബ്സ്ക്രൈബ് ചെയ്യുക. കണക്റ്റീവായിട്ട് റീഡിങ് വരുന്നത് കൊണ്ടാണ് അത് പോയി സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാൻ. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ, ഹാവ് എ നൈസ് ഡേ. മെഡിറ്റേഷൻ കാണാതെ ഒരിക്കലും റീഡിങ്ങും മാത്രമായിട്ട് അടിച്ചുവിട്ട് കാണരുത്. അത് നിങ്ങൾക്ക് എഫക്റ്റ് ചെയ്യില്ല. അതുകൊണ്ടാണ് കേട്ടോ. ബൈ.